Hi, welcome to English Literature Classroom. So today we will discuss liberal humanism. What is liberal humanism? It's a very important concept in philosophy, sociology, democracy, politics, and also literary criticism. In literary criticism, liberal humanism is considered as theory before theory. That means it's a kind of theory coming before the advent of literary theory. Liberal humanism can be considered as a new concept in the sense that the word is a new currency, but the concept was there from the days of Aristotle himself. As we have seen, liberal humanism is actually a theory before theory. സാഹിത്യ സിദ്ധാന്തങ്ങൾ പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ഉയർന്നു വന്ന വിമർശന സിദ്ധാന്തങ്ങൾക്ക് മുമ്പ് സാഹിത്യത്തെ വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്യുന്നത് ലിബറൽ ഹ്യൂമനിസ്റ്റ് സാഹിത്യ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ ലിബറൽ ഹ്യൂമനിസം അഥവാ ഉദാര മാനവികവാദം എന്നത് സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അതൊരു തത്വചിന്തയാണ്. അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുമായും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുമായും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ലിബറൽ ഹ്യൂമനിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം അഥവാ സങ്കല്പനം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന സങ്കല്പത്തോടുള്ള അതിൻ്റെ പ്രതിബദ്ധതയാണ്. കമ്മിറ്റ്മെൻറ്റ് ടു മാൻ. മനുഷ്യൻ എന്നത് സ്വതന്ത്രനും സ്വന്തം പ്രവർത്തനങ്ങളുടെയും ചിന്തകളുടെയും കർത്താവും ചരിത്രത്തിൻ്റെ നിയന്ത്രതാവും അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ ഉദ്ഭവവും എല്ലാമാണ് എന്ന് ലിബറൽ ഹ്യൂമനിസം വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ എല്ലാ വിധത്തിലുമുള്ള വ്യവഹാരങ്ങളുടെയും നടുവിൽ മനുഷ്യനെ കൊണ്ട് നിർത്തുന്ന സമീപനമാണ് ലിബറൽ ഹ്യൂമനിസത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ ലിബറൽ ഹ്യൂമനിസം മനുഷ്യത്വത്തെ സംബന്ധിച്ച സ്വന്തമായ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിദ്ധാന്തങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ അഥവാ ആധുനികതാ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ജ്ഞാനോദയം എന്ന് പറയുന്ന ഒരു സങ്കല്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജ്ഞാനോദയത്തിൻ്റെ ഭാഗമായി പാശ്ചാത്യ സമൂഹത്തിലുണ്ടായിരുന്ന യുക്തിചിന്ത, ശാസ്ത്രബോധം, പ്രായോഗികതാവാദം എന്നിവയുമെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ലിബറൽ ഹ്യൂമനിസം. സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ ഉദാര കമ്പോളവാദം അല്ലെങ്കിൽ മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കമ്പോളത്തെ അധിഷ്ഠിതമായി നിൽക്കുന്നു എന്നും ഉദാരമായ അല്ലെങ്കിൽ ഫ്രീ ആയ സ്വതന്ത്രമായ കമ്പോളം എന്ന കമ്പോളത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന മത്സരത്തിലൂടെയാണ് മനുഷ്യ സമൂഹം മുന്നോട്ട് പോകുന്നത് എന്നും വിശ്വസിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റേതായ റിക്കാർഡോയെ പോലെയുള്ള അല്ലെങ്കിൽ ജോൺ മെയ്നാർഡ് കെയ്ൻസിനെ പോലെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സിദ്ധാന്തം കൂടിയാണ് ലിബറൽ ഹ്യൂമനിസം. രാഷ്ട്രീയ രംഗത്തേക്ക് വന്നാൽ ജനാധിപത്യത്തെപ്പറ്റിയും വ്യക്തി സ്വാതന്ത്ര്യത്തെപ്പറ്റിയും അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ കടമകളെപ്പറ്റിയും എല്ലാം തന്നെ ചിന്തിച്ച റൂസോയെ പോലെ, ജോൺ ലോക്കിനെ പോലെ, തോമസ് പെയിനെ പോലെയുള്ള സിദ്ധാന്തകരും ലിബറൽ ഹ്യൂമനിസത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം കൊണ്ടുവരിക വഴി തങ്ങളോട് ചിന്തയിൽ അടുത്ത് നിൽക്കുന്ന ഇന്ത്യക്കാരെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ തോമസ് ബാബിങ്ടൺ മെക്കോളെ വിദ്യാഭ്യാസത്തെ തങ്ങൾക്കനുസൃതമായ പൗരന്മാരെ ഉണ്ടാക്കി തീർക്കാനുള്ള ഒരു ഐഡിയോളജി അഥവാ പ്രത്യയശാസ്ത്രമായിട്ടാണ് കണ്ടത്. അതും ലിബറൽ ഹ്യൂമനിസത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. ചുരുക്കത്തിൽ ആശയവാദത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളിലൊരാളായ ഹെഗലിൻ്റെ തത്വചിന്തയോടാണ് ലിബറൽ ഹ്യൂമനിസത്തിന് കൂടുതൽ അടുപ്പം.
ലിബറൽ ഹ്യൂമനിസത്തെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സാഹിത്യ സിദ്ധാന്തമായി കാണുമ്പോൾ എന്താണ് സാഹിത്യത്തെ സംബന്ധിച്ച ലിബറൽ ഹ്യൂമനിസ്റ്റ് പെർസെപ്ഷൻ അഥവാ ചിന്താഗതി അല്ലെങ്കിൽ വീക്ഷണം? സാഹിത്യം എന്ന് പറയുന്നത് മനുഷ്യനെ സംസ്കൃത ചിത്തനാക്കാനും മനുഷ്യ ജീവിതത്തെ മെച്ചപ്പെടുത്താനും ഉള്ള ഒന്നാണ് എന്ന് ലിബറൽ ഹ്യൂമനിസം വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹത്തായ കൃതികൾ, ഗ്രേറ്റ് വർക്ക്സ് ഇംപാർട്ട് ഗ്രേറ്റ് വിസ്ഡം, മഹത്തായ സാഹിത്യകൃതികൾ മഹത്തായ ജ്ഞാനം പകർന്നു തരുന്നു എന്നുമാണ് ലിബറൽ ഹ്യൂമനിസം വിശ്വസിക്കുന്നത്. ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്ന സങ്കല്പനം 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോട് കൂടിയിട്ടാണ് കൂടുതൽ പ്രചാരത്തിലാകുന്നത്. എൻലൈറ്റൻമെൻറ്റ് പോലെയുള്ള ചരിത്രപരമായ ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് വികസിതമാകുന്നത് എന്നൊക്കെ ഇരിക്കെ തന്നെ അരിസ്റ്റോട്ടലിനെ പോലെയുള്ള പ്രാചീന സാഹിത്യ ആചാര്യന്മാർ മുതൽ പുലർത്തിപ്പോരുന്ന സാഹിത്യ സമീപനം ലിബറൽ ഹ്യൂമനിസത്തിൻ്റേതാണ്. ലിബറൽ ഹ്യൂമനിസത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി പല സാഹിത്യ വിമർശകരും ഗ്രന്ഥകർത്താക്കളും അതിൻ്റെ 10 ഘടകങ്ങൾ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. 10 tenets or 10 principles. ആ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ലിബറൽ ഹ്യൂമനിസം ഹോൾഡ്സ് ദാറ്റ് ഗുഡ് ലിറ്ററേച്ചർ ഈസ് ഓഫ് ടൈംലെസ് സിഗ്നിഫിക്കൻസ് ആൻഡ് ട്രാൻസെൻസ് the limitations and the peculiarities of the age it was written in. ലിബറൽ ഹ്യൂമനിസം വിശ്വസിക്കുന്നത് നല്ല സാഹിത്യത്തിന് കാലാന്തര പ്രസക്തിയും ഉണ്ട് എന്നാണ്. അത് എഴുതപ്പെട്ട കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെയും പരിമിതികളെയും കടന്ന് എന്നും നിലനിൽക്കുന്നു. ബെൻ ജോൺസൺ ഷേക്സ്പിയറിനെ പറ്റി പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് നോട്ട് ഓഫ് വൺ ഏജ്, ഓഫ് ഓൾ ഏജസ് എന്നതാണ് ഇവിടുത്തെ തത്വം. രണ്ടാമതായി, സാഹിത്യകൃതിയുടെ അർത്ഥത്തെപ്പറ്റി, വിവക്ഷകളെപ്പറ്റി ലിബറൽ ഹ്യൂമനിസം പറയുന്നത് ലിറ്റററി ടെക്സ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ അബ്സല്യൂട്ട് മീനിങ് എന്നാണ്. സാഹിത്യകൃതിയുടെ അർത്ഥം തിരയേണ്ടത് അതിനകത്താണ്, അതിൻ്റെ ആത്യന്തികമായ അർത്ഥം അതിനകത്താണ്. അതുകൊണ്ട് it defies all socio-political, historical and autobiographical contextualization. നിങ്ങളതിൻ്റെ സോഷ്യലായ, സാമൂഹികമായ, രാഷ്ട്രീയമായ, ചരിത്രപരമായ സന്ദർഭങ്ങൾ, പശ്ചാത്തലങ്ങൾ പരിശോധിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു ഓട്ടോബയോഗ്രഫി എന്ന നിലയിൽ ഈ എഴുതിയ ആളുടെ കാലം, അയാളുടെ വിശ്വാസങ്ങൾ, അയാളുടെ വർഗം, ഇതൊന്നും വെച്ചുകൊണ്ടല്ല സാഹിത്യകൃതിയെ പരിശോധിക്കേണ്ടത്. ഇത് പലതരത്തിലും ഈ 10 പ്രിൻസിപ്പിളിലും ഇത് ആവർത്തിച്ച് വരുന്നുണ്ട്. മൂന്നാമതായി, ഒരു സാഹിത്യകൃതിയെ നമ്മൾ പഠിക്കേണ്ടത് അതിനെ മാത്രമായി എടുത്തുകൊണ്ടാണ്, ഡിറ്റാച്ച്ഡ് ഫ്രം ഇറ്റ്സ് എബോവ് കോണ്ടെക്സ്റ്റ്. നേരത്തെ പറഞ്ഞ കോണ്ടെക്സ്റ്റുകളിൽ നിന്നൊക്കെ മാറ്റി ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള ഒരു നാടകത്തെ പരിശോധിക്കുമ്പോൾ ആ നാടകത്തിൽ എന്ത് ഷേക്സ്പിയർ പറഞ്ഞു എന്നല്ലാതെ ഷേക്സ്പിയറിൻ്റെ കാലം, ഷേക്സ്പിയറിൻ്റെ ചിന്താഗതികൾ തുടങ്ങിയവയെ നമുക്ക് ഇതിലേക്ക് ബന്ധിപ്പിക്കേണ്ടതില്ല. നാലാമത്തെ കാഴ്ചപ്പാട്, ഹ്യൂമൻ നേച്ചർ ഈസ് എസെൻഷ്യലി പെർമനൻ്റ് ആൻഡ് അൺചേഞ്ചിങ്. മനുഷ്യൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്നതാണ്, അത് മാറുന്നതല്ല. അതുകൊണ്ട് തന്നെ നല്ല സാഹിത്യം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ ഈ ശാശ്വതമായ പ്രകൃതത്തെ മാത്രം പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിരിക്കണം എന്നാണ്. അഞ്ചാമത്തെ സിദ്ധാന്തം, സാഹിത്യത്തിലെ അല്ലെങ്കിൽ സാഹിത്യകൃതിയിലെ വ്യക്തി അഥവാ സബ്ജക്റ്റ് അഥവാ കർത്താവ് സാഹിത്യകൃതിയിൽ ചിത്രീകരിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ ആന്തരികമായ സ്വത്വം ഒട്ടും മാറ്റം വരാത്ത രീതിയിലായിരിക്കണം അത്തരം ചിത്രീകരണങ്ങൾ. ആ സ്വത്വത്തിന് എന്തെങ്കിലും മാറ്റം വരുന്നതായോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാധീനം അതിൽ വരുന്നതായോ
ഉള്ള രീതിയിലുള്ള ചിത്രീകരണം നല്ല സാഹിത്യത്തിന് ചേർന്നതല്ല. എന്ന് വെച്ചാൽ രാഷ്ട്രീയമോ സാമ്പത്തികമോ ചരിത്രപരമോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമോ ആയ ഘടകങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തെയോ സ്വത്വത്തെയോ പ്രകൃതത്തെയോ മാറ്റി തീർക്കുന്നതായി ചിത്രീകരിക്കാൻ പാടില്ല എന്നർത്ഥം. ആറാമതായി ലിബറൽ ഹ്യൂമനിസം പറയുന്നത് ഒരു സാഹിത്യകൃതിയുടെ ഭാവത്തെയും രൂപത്തെയും വേർതിരിച്ചെടുക്കാൻ കഴിയുകയില്ല. ഫോം എന്ന് പറയുന്ന അതിൻ്റെ രൂപമാണ്, സ്ട്രക്ചർ. കോണ്ടൻറ്റ് എന്ന് പറയുന്ന അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇതിവൃത്തമാണ്. ഇതിവൃത്തവും രൂപവും തമ്മിൽ അവിഭാജ്യമായ ബന്ധമാണുള്ളത്. അതിനെ വിഭജിക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പിൽക്കാല സാഹിത്യ സിദ്ധാന്തങ്ങളിൽ രൂപത്തെ മാത്രമായി എടുത്തുകൊണ്ടുള്ള വിമർശനങ്ങളൊക്കെ വരുന്നത് ഇതിനോടുള്ള ഒരു പ്രതികരണം എന്ന നിലയ്ക്കാണ്. The purpose of literature should be the reflection of human values, it should not be propagandistic. മനുഷ്യ മൂല്യങ്ങളെ പ്രചരിപ്പിക്കുക എന്നതായിരിക്കണം സാഹിത്യത്തിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ മനുഷ്യ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുക എന്നതായിരിക്കണം സാഹിത്യത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ അത് പ്രചാരണപരമായിരിക്കരുത്. എന്നുവെച്ചാൽ അതിനായിട്ട് എഴുതിയതാണ് എന്ന തോന്നൽ ഉണ്ടാകരുത്. അതാണ് പ്രചാരണപരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ഇതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് അടുത്ത രണ്ട് സിദ്ധാന്തങ്ങളും. The sincerity of the author or the work in furthering human values should not be explicit. ഒരു ഉത്തമ സാഹിത്യകൃതി മാനുഷിക മൂല്യങ്ങളെ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം, അതിൽ സംശയമില്ല. പക്ഷേ ആ ആത്മാർത്ഥത പുസ്തകം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന തരത്തിലായിരിക്കരുത്. അത് ആ കൃതിയുടെ ഭാഷയിൽ ഉള്ളടങ്ങിയിരിക്കുന്നതും അന്തർലീനവുമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻഹെറൻറ്റ് ആൻഡ് ലേറ്റൻറ്റ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ വർക്ക്. ഒൻപതാമതായി പറയുന്നത് ആശയങ്ങളെ എങ്ങനെയാണ് സാഹിത്യകൃതിയിൽ പ്രകാശിപ്പിക്കുക. ഇറ്റ് ഷുഡ് ബി ഡിമോൺസ്ട്രേറ്റഡ് ആൻഡ് ഇനാക്റ്റഡ് സൈലൻ്റ്ലി റാദർ ദാൻ എക്സ്പ്ലിസിറ്റ്ലി എക്സ്പ്രസ്ഡ്. അതൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശയങ്ങൾ, പുരോഗമനപരമായ ആശയങ്ങൾ, മനുഷ്യൻ്റെ അന്തസ്സിനെയും മനുഷ്യൻ്റെ അന്തസത്തയെയും മൂല്യങ്ങളെയും സംബന്ധിച്ചുള്ള ആശയങ്ങളെല്ലാം തന്നെ ഇതിൽ വേണം. പക്ഷേ അതൊന്നും കൃത്യമായി തെളിയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മുഴച്ചു നിൽക്കുന്ന രീതിയിൽ ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. അവസാനമായി the function of criticism is to interpret the text, to mediate between the reader and the text. എന്താണ് സാഹിത്യ വിമർശനത്തിൻ്റെ ലക്ഷ്യം? വായനക്കാരൻ്റെയും കൃതിയുടെയും ഇടയിൽ ഒരു ഇടനിലക്കാരനായി അല്ലെങ്കിൽ ഇടനിലക്കാരിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക അഥവാ വ്യാഖ്യാനിക്കുക എന്നതാണ്. ഇതാണ് ലിബറൽ ഹ്യൂമനിസത്തെ സംബന്ധിച്ച 10 പ്രധാനപ്പെട്ട തത്വങ്ങൾ. ഈ തത്വങ്ങളിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഈ ലിബറൽ ഹ്യൂമനിസത്തിൻ്റെ തത്വങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പിൽക്കാല സാഹിത്യ സിദ്ധാന്തങ്ങൾ, ക്രിറ്റിക്കൽ തിയറി എന്ന് നമ്മൾ പറയുന്ന ലിറ്റററി തിയറി രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ലിബറൽ ഹ്യൂമനിസം പറഞ്ഞതുപോലെ സാഹിത്യകൃതിയെ അതിൻ്റെ ഏകാന്തതയിൽ അതിനെ മറ്റിൽ നിന്നെല്ലാം വിച്ഛേദിച്ചുകൊണ്ട് ചർച്ച ചെയ്യണം എന്ന തത്വത്തെ ലിറ്റററി തിയറി ചോദ്യം ചെയ്യുന്നു. രാഷ്ട്രീയവും സാമൂഹികവും ഭാഷാപരവും ഉള്ളടക്കപരവും രൂപപരവുമായ പരിഗണനകൾ വെച്ചുകൊണ്ടാണ് പിൽക്കാലത്ത് വന്ന സ്ട്രക്ചറലിസ്റ്റുകൾ, മാർക്സിസ്റ്റുകൾ, ഫെമിനിസ്റ്റുകൾ, ഫോർമലിസ്റ്റുകൾ എല്ലാവരും തന്നെ സാഹിത്യകൃതിയെ പരാമർശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സമീപിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് സാഹിത്യ സിദ്ധാന്തങ്ങളുടെ ഒരു പുതിയ വരവ് ലിബറൽ ഹ്യൂമനിസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഉണ്ടാകുന്നത്. ഇതാണ് ലിബറൽ ഹ്യൂമനിസം എന്ന് നമ്മൾ കാണുന്ന ഉദാര മാനവികതാവാദം. നന്ദി.